എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 27-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ഗാങ്സ്റ്റാർ മൂവിയാണ് അംഗം അട്ടഹാസം. സുജിത് എസ് നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മാധവ് സുരേഷാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. 2026 മെയ് മാസം തിയേറ്ററിൽ എത്തിയ ഈ സിനിമയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ അധോലോക പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ബോളിവുഡ് കോമഡി അഡ്വഞ്ചർ ചിത്രമാണ് ധമാൽ 4. 2026 ജൂലൈ മാസം 10-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അജയ് ദേവഗൺ, റിതേഷ് ദേശ്മുഖ്, അർഷാദ് വാർസി, ജാവേദ് ജാഫേരി, സഞ്ജയ് മിശ്ര, രവി കിഷൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രം ധമാൽ ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ ചിത്രമാണ്. മുൻഭാഗങ്ങളെ പോലെ തന്നെ ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ഒരു നിധിവേട്ടയാണ്. 100 വർഷം പഴക്കമുള്ള വലിയൊരു നിധിയെക്കുറിച്ചുള്ള രഹസ്യം അറിയാൻ ഇടയാകുന്നു. ഈ നിധി സ്വന്തമാക്കാൻ വേണ്ടി അത്യാഗ്രഹികളായ ഒരു കൂട്ടം ആളുകൾ പരസ്പരം മത്സരിച്ച് രംഗത്തിറങ്ങുന്നതും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നും സെപ്റ്റംബർ മാസം 4-ാം തീയതി OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി ക്രൈം ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഗമാസാൻ. പ്രശസ്ത സംവിധായകൻ തിഗ്മാൻഷു ധൂലിയ സംവിധാനം ചെയ്ത് അർഷാദ് വാർസിയും പ്രദീപ് ഗാന്ധിയും പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ യഥാർത്ഥ സംഭവങ്ങളെയും മധ്യേഷ്യയിലെ കൊള്ളക്കാരെയും ആസ്പദമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 11-ാം തീയതി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ജൂലൈ മാസം 30-ന് തിയേറ്ററിലെത്തിയ ഒരു മലയാളം സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ് പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവരെ കൂടാതെ അജു വർഗീസ്, വർഷ ചാന്ദിനി ബൈച്ചു, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ മൂവി ഇപ്പോൾ സൈനാപ്ലയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ലീഗൽ ത്രില്ലർ ചിത്രമാണ് ബന്ദർ. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത് ബോബി ഡിയോൾ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ സന്യ മൽഹോത്ര, ജിതേന്ദ്ര ജോഷി, പ്രശസ്ത കന്നഡ താരം രാജ്പി ഷെട്ടി, മലയാളി താരം ഇന്ദ്രേഷ് സുകുമാരൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ജൂഡാനയുടെ സംവിധാനത്തിൽ വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തെത്തി തിയേറ്ററിൽ നിന്നും നല്ല രീതിയിൽ വിജയം കൈവരിച്ച ഒരു ആക്ഷൻ മോട്ടിവേഷണൽ ത്രില്ലർ ചിത്രമാണ് തുടക്കം. ഇതിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകനായ ആശിഷ് ജോ ആന്റണി, സായ് കുമാർ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 10 കോടി മുതൽ 15 കോടി രൂപ വരെയാണ്. എന്നാൽ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 41 കോടി 16 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. സെപ്റ്റംബർ മാസം പകുതിക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആൽഫ. ശിവറോവയിൽ സംവിധാനം ചെയ്ത് ആലിയ ഭട്ട്, ശർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ബ്ലോക്ക് ബസ്റ്റർ സ്പൈസ് സിനിമകളുടെ നിർമ്മാതാക്കളായ യാഷ് രാജ് ഫിലിംസ് ആണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രശസ്തമായ ഒരു ട്രൂ ക്രൈം ആന്തോളജി ഇംഗ്ലീഷ് സീരീസിന്റെ 4ാം ഭാഗമായ മോൺസ്റ്റർ. അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു യഥാർത്ഥ കൊലപാതകതയെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 17 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർമാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ മൂവി ഒരച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധവും ആകാംക്ഷയും ഭയവും ജനിപ്പിക്കുന്ന നിഗൂഢതകളും നിറഞ്ഞതാണ് ഈ മിസ്റ്ററി ത്രില്ലർ ചിത്രം. ഓഗസ്റ്റ് മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് കോർട്ട് റൂം ലീഗൽ ഡ്രാമ വെബ് സീരീസ് ആണ് ദി കോർട്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യാനാകുന്ന ഈ സീരീസിൽ സംസാരത്തിൽ വിക്കുള്ള ഒരു യുവ അഭിഭാഷകയാണ് ഈ കഥയിലെ നായിക. നീതിക്ക് വേണ്ടി പോരാടുന്ന അവൾ കോടതിയിൽ പേരും പ്രശസ്തിയുമുള്ള വക്കീലായ തന്റെ സ്വന്തം പിതാവിനെതിരെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. യോഗലക്ഷ്മി, ജയപ്രകാശ്, മഹാലക്ഷ്മി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യുന്ന ഈ സീരീസ് സെപ്റ്റംബർ മാസം 4 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ വൈശാഖ് കൂട്ടുകെട്ടിലെത്തിയ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണല്ലോ ഖലീഫ. ഈ സിനിമ സ്വർണ്ണക്കടത്തിന്റെയും പ്രതികാരത്തിന്റെയും കുടുംബ പാരമ്പര്യത്തിന്റെയും പശ്ചാത്തലത്തിലുള്ള ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ കാമിയോ റോളിലെത്തുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 40 കോടി രൂപയാണ്. ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 35 കോടി രൂപയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തത് സോണി ലീവിന്റെ ഒരു മലയാളം ഒറിജിനൽ വെബ് സീരീസ് ആണ് ഐസ്. മനു അശോകൻ സംവിധാനം ചെയ്ത ഈ സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലർ സീരീസിൽ ദേവ് മോഹൻ, ശ്രുതി രാമചന്ദ്രൻ, സാനിയ ഇയ്യപ്പൻ, നിഖില വിമൽ, കനി കുസൃതി തുടങ്ങിയ പ്രമുഖ താരങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. സോണി ലിവിലൂടെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.